KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ KSU നേതാക്കൾ ഹണി ട്രാപ്പിൽപ്പെടുത്താൻ ശ്രമിച്ചെന്ന പരാതിയിൽ മലക്കം മറിച്ചിൽ. നിലവിലെ പ്രതികൾ നിരപരാധികളെന്ന പരാതിക്കാരൻ KSUവിലെ തമ്മിലടിക്ക് കാരണം കൈരളി ന്യൂസെന്നും KSU. തന്നെ KSU ജനറൽ സെക്രട്ടറി ആഷിഖ് ബൈജു ബലാത്സംഗം ചെയ്തു എന്ന് യുവതി പറയുന്ന ഓഡിയോ സന്ദേശം KSU സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ യദു കൃഷ്ണൻ, അരുൺ രാജേന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കർ എന്നിവർ അയച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചെന്നായിരുന്നു പരാതിക്കാരനായ ആഷിഖ് കോടതിയിൽ പറഞ്ഞത്. എന്നാൽ കൊല്ലം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മറ്റൊരു KSU നേതാവാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞ് മലക്കം പറയുകയായിരുന്നു. ഞാൻ യദുവിനെതിരെ പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു. പക്ഷേ പിന്നീട് എന്ത് ചെയ്യുക, ഈ രണ്ടുപേരും എനിക്ക് പരാതി അയച്ചു തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ യദു ഇതിനകത്ത് എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു സാഹചര്യത്തിലാണ് യദുവിൻ്റെ പേര്. അതിനകത്ത് ആ ഗൂഢാലോചനയിൽ ഉണ്ടായിരുന്നോ എന്നുള്ളൊരു സംശയം തോന്നിയിട്ടാണ്, അതായത് അവരിങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് ഞാൻ യദുവിൻ്റെ പേരും വെച്ചത്. അത് അന്ന് തന്നെ ഇന്നലെ തന്നെ ഞാനും യദു കൃഷ്ണനുമായിട്ട് സംസാരിച്ചപ്പോൾ യദു കൃഷ്ണൻ ഇതിനകത്തൊന്നും പങ്കില്ലെന്നും ഈ കാര്യങ്ങളിലൊന്നും ഒരു ബന്ധവുമില്ലെന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാം. KSU നേതാവിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരിയെ ഉപയോഗിച്ച് വ്യാജ ഓഡിയോ സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് നിലവിലെ പ്രതികൾ അവകാശപ്പെട്ടു. അങ്ങനെ ഫേക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ടായ സാഹചര്യം ഇതിന് തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ആളിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് ഈ വനിതയെ നമുക്ക് മനസ്സിലായി. അദ്ദേഹം ഇന്ന് വരെ ആഷിഖ് ബൈജുവിനെ നേരിൽ കാണുകയോ ഇവർ തമ്മിൽ ഒരു ഫോൺ കോളോ പരസ്പര ബന്ധങ്ങളോ ഇല്ല എന്നുള്ളത് അദ്ദേഹം എല്ലാ തെളിവുകളും കഴിഞ്ഞ ദിവസം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഒരു വിദ്യാർത്ഥിയോ വിദ്യാർത്ഥി പ്രതിനിധിയോ ഈ സംഘടനയോ യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത ഒരാൾ അത് വ്യാജമായി അല്ലാതെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കപ്പെടേണ്ടത് എന്നുള്ളതാണ്. ഗൂഢാലോചനയുടെ തെളിവുകൾ ഇരിവിപുരം പോലീസിന് കൈമാറുമെന്ന് KSUക്കാരായ പരാതിക്കാരനും പ്രതികളും ഒന്നിച്ചറിയിച്ചു. കൈരളി ന്യൂസ്, കൊല്ലം.